ഗുരുദേവ ഭക്തരെ, പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനം 92-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറിവിൻ്റെ തീർത്ഥാടനമായി ഭഗവാൻ പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ശിവഗിരി തീർത്ഥാടനം ഡിസംബർ 15-ാം തീയതി ആരംഭിച്ച് ജനുവരി 5 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ മുഴുവൻ ഗുരുഭക്തന്മാരെയും ഞങ്ങൾ ശിവഗിരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ മാസം 15-ാം തീയതി ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും തുടർന്ന് എല്ലാ ദിവസവും 29 വരെ പ്രഭാഷണങ്ങളും വിവിധ സമ്മേളനങ്ങളും രാത്രി കലാപരിപാടികളും ശിവഗിരിയിൽ നടക്കുന്നുണ്ട്. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലായി പ്രസിദ്ധമായ തീർത്ഥാടന ദിനങ്ങളിൽ വിശേഷാൽ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. 5 പേരിൽ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇപ്പോൾ 50 ലക്ഷത്തിലധികം ആളുകളുടെ മഹാതീർത്ഥാടനമായി മാറിയിട്ടുണ്ട്. ഗുരുദേവൻ ഉപദേശിച്ച 8 കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള മഹാസമ്മേളനം അറിവിൻ്റെ തീർത്ഥാടനമായി ചൊരിയുകയാണ്. കുമാരനാശാൻ പല്ലനയിൽ നിർവ്വാണം പ്രാപിച്ചതിൻ്റെ ശതാബ്ദി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി, സർവമത മഹാസമ്മേളനത്തിൻ്റെ ശതാബ്ദി ഇപ്പോഴും നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ശിവഗിരി വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദിയും ഈ വർഷത്തെ സവിശേഷതയാണ്. ശിവഗിരി തീർത്ഥാടനത്തിൽ 10 ദിവസം വ്രതമെടുത്ത് മഞ്ഞവസ്ത്രം ധരിച്ച് ശിവഗിരിയിൽ എത്തിച്ചേരണമെന്നാണ് ഗുരുദേവൻ്റെ കൽപ്പന. ഗുരുഭക്തന്മാരിത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കുക. പ്രസിദ്ധമായ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. ഇവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ആത്മീയ തലസ്ഥാനം സന്ദർശിക്കാൻ വരുന്നതിനപ്പുറത്ത് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ഈശ്വര സ്വരൂപനായ മഹാഗുരുവിൻ്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയാണ്. ക്രൈസ്തവ ജനത എങ്ങനെ യേശുദേവനെ ആരാധിക്കുന്നുവോ അതുപോലെ അതിനുപരിയായി ശ്രീനാരായണ ഗുരുദേവനെ ലോകം ആരാധിക്കുന്നു. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, യേശുക്രിസ്തു, മുഹമ്മദ് നബി, ശങ്കരാചാര്യർ തുടങ്ങിയ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവിൻ്റെ ജീവിത സായാഹ്ന വേളയിലാണ് മഹാഗുരു ശിവഗിരി തീർത്ഥാടനം കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളത്. ഈ തീർത്ഥാടനത്തിൽ എല്ലാവരും പങ്കാളികളാവുക, വ്രതാനുഷ്ഠാനത്തോടുകൂടി ശിവഗിരിയിലെത്തുക, ശിവഗിരിയിലെ ആരാധനയിൽ പങ്കെടുക്കുക. ശിവഗിരി കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട്. ശിവഗിരി കാണുക എന്നതിനപ്പുറത്ത് ഭഗവാനെ ഭജിക്കാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും ശിവഗിരിയിൽ എത്തിച്ചേരുക എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഡിസംബർ മാസം 15-ാം തീയതി മുതൽ ഭക്തജനങ്ങൾ ആ ഒരുക്കത്തോടുകൂടി പ്രധാനമായും സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ശ്രവിക്കുവാൻ വേണ്ടി, അത് ജീവിതത്തിൽ പ്രാവർത്തിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ശിവഗിരി തീർത്ഥാടന മംഗളാശംസകൾ. നമോ വാഗ.